Now we are moving to our next chapter, that is chapter number 6, Managing Health and Safety at Work. നമ്മള് സേഫ്റ്റി പ്രാക്ടീസസിലെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക്. നമ്മളൊരു ജോലി സ്ഥലത്ത് എങ്ങനെയാണ് നമ്മളുടെ ഹെൽത്ത് അല്ലെങ്കിൽ സേഫ്റ്റി ഒക്കെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, historically, the office has been considered a relatively safe and healthy place to work. Increasingly, however, office workers have expressed concerns about the effective environment and their working conditions. These concerns are also reflected in complaints of discomfort, anxiety, irritation, and general job dissatisfaction, and can be measured in terms of sick leave, absenteeism, and job turnover. അതായത് നമുക്കറിയാം ഓഫീസ് പ്ലേസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് കരുതിയിരുന്നത്. മുന്നോട്ട് പോകുന്തോറും അല്ലെങ്കിൽ ഓഫീസിലെ ആളുകളുടെയൊക്കെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് എന്ത് പറ്റി, അവിടെയും വർക്കിംഗ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഓഫീസ് എൻവയോൺമെന്റിനൊക്കെ കുറവുകളും അല്ലെങ്കിൽ കുറ്റങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ ഇതാണ് എന്തിലേക്ക് നമുക്ക് നയിച്ചത്, കംപ്ലൈന്റ്സ് ഓഫ് ഡിസ്കംഫർട്ട്, ആൻസൈറ്റി, ഇറിറ്റേഷൻ, ചെയ്യുന്ന ജോലിയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അങ്ങനത്തേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് നയിച്ചത് ഈ കാര്യങ്ങളാണ്. അപ്പൊ അപ്പോഴാണ് നമുക്ക് എന്ത് തുടങ്ങിയത്, സിക്ക് ലീവ്, ആബ്സെന്റിസം, ജോബ് ടേൺ ഓവർ, മറ്റൊരു ജോലിയിലേക്ക് മാറുക, അങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെ മാറിയത്. Accidents that occur in office are frequently due to poorly designed office environments and improper office procedures. നമുക്ക് പ്രധാനമായിട്ടും ഇംപ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ആക്സിഡൻസ്, ഇഞ്ചുറീസ് ഒക്കെ ഓഫീസിൽ നടക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് ഓഫീസ് എൻവയോൺമെന്റിന്റെ മെയിൻ്റനൻസ്, രണ്ടാമത്തത് ഇംപ്രോപ്പർ ഓഫീസ് പ്രൊസീജിയേഴ്സ്, കറക്റ്റ് അല്ലാത്ത ഓഫീസ് നടപടികൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ മൂലം എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടാകുന്ന ആക്സിഡൻസിന്റെ ഇഞ്ചുറീസിന്റെ ഒക്കെ അളവ് കൂടുന്നു. The rate of office accidents declines when office workers are informed of potential hazard and safe work practice. അത് സേഫ് വർക്ക് പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്സ്, മറ്റു അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനുള്ള സ്റ്റെപ്പുകളൊക്കെ പ്രോപ്പർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ഓഫീസ് ആക്സിഡൻസ് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. Training regarding general safety precautions for work in an office reduces both of the number and severity of accidents. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ ട്രെയിനിങ് ഒക്കെയാണ് അല്ലെങ്കിൽ ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ ഓഫീസിലുള്ളവർക്ക്, വർക്ക് നേച്ചറിലുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടെ ഓഫീസിൽ ഉണ്ടാകുന്ന ധാരാളം വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ധാരാളം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. Office workers are increasingly sensitive to the effect of computer video display terminals upon their health and safety. Individuals who use computers with VDT എന്ന് പറയുന്നത് വീഡിയോ ഡിസ്പ്ലേ ടെർമിനൽ ട്ടോ, commonly report stress related and musculoskeletal disorders. അതായത് എപ്പോഴും സ്ഥിരമായി ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവർക്ക് എന്ത് പറ്റുന്നുണ്ട്, അവർക്ക് മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി അറിയാം കണ്ണിനൊക്കെ പ്രശ്നമുള്ളവര്, അപ്പോ മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടും അവർക്ക് ഡിസോർഡേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി if such disorders are to be reduced, computer workstations must be accommodate the need of office workers. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് നമുക്ക് ഓഫീസ് വർക്കേഴ്സിന്റെ എണ്ണം കൂട്ടണം. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിനൊക്കെ റിലാക്സേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കുന്ന ടൈപ്പ് പ്രോഗ്രാംസ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. കൺസേൺ ഓവർ എയർ ക്വാളിറ്റി ഇൻ ഓഫീസ് ഹാസ് ജനറേറ്റഡ്. അതേപോലെ മറ്റൊരു പ്രശ്നമാണ് എയർ ക്വാളിറ്റി. അധികം പേരുള്ളടത്ത് പ്രോപ്പർ വെന്റിലേഷനും ലൈറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ക്ലാസ് റൂമിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് അവിടെ മറ്റ് എയർ സംബന്ധമായ അല്ലെങ്കിൽ ഹെൽത്ത്, നമ്മുടെ ബ്രീത്തിങ് സംബന്ധമായ പ്രോബ്ലംസും ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. Concern over air quality in offices has generated various health related symptoms that are known collectively as the sick building syndrome. ഇതിനെ പറയുന്നതാണ് sick building syndrome. Indoor air pollution and inadequate ventilation are presently subjects of intense study. അവിടുത്തെ പ്രശ്നം
ഇൻഡോർ എയർ പൊല്യൂഷനും ഇൻഅഡിക്വേറ്റ് വെന്റിലേഷനും, വേണ്ട വെന്റിലേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അകത്തുള്ള ശുദ്ധ വായു മലിനീകരണത്തിന്റെ ആണ് ഈ സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം ഉണ്ടാവാനായിട്ടുള്ള കാരണം. The ambience of inter-office surrounding has caused problems for office workers. Such factors as improper temperature, inadequate humidity, and even colors of walls and furnishings are now known to be sources of discomfort. അതേപോലെ തന്നെ ഓഫീസിന്റെ ആംബിയൻസ് എന്ന് പറയുന്നതും ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അതായത് ഇംപ്രോപ്പർ ടെമ്പറേച്ചർ, കറക്റ്റ് അല്ലാത്ത ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതിൻ്റെ അകത്ത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ ഭിത്തിക്കൊക്കെ അടിക്കുന്ന ഇപ്പോഴത്തെ ടൈപ്പ് പെയിന്റുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഫർണിച്ചേഴ്സ്, ഇതെല്ലാം എന്ത് തന്നെയാണ്, ജോലി ചെയ്യുന്നവർക്ക് ഡിസ്കംഫർട്ട് ആണ്. അപ്പൊ അതും നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ രോഗങ്ങളിലേക്ക്, അതായത് നമുക്ക് ഹെൽത്തി അല്ലെങ്കിൽ ഒരു സേഫ്റ്റി വർക്ക് അറ്റ്മോസ്ഫിയർ തരുന്നതിന് ബുദ്ധിമുട്ടാണ്. These are situations that should be considered in creating a safety, helpful and efficient office environment. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന കുറച്ച് ഫാക്ടേഴ്സ്. ജനറൽ ഓഫീസ് സേഫ്റ്റി എന്തൊക്കെയാണ് ജനറൽ ആയിട്ട് ഒരു ഓഫീസിന്റെ സേഫ്റ്റിക്ക് ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. കൺസേൺ ഫോർ സേഫ്റ്റി ഈസ് നോട്ട് എ ടിപ്പിക്കൽ കൺസേൺ for the office worker because the office is not generally perceived as a hazardous environment. As this book shows, potential safety hazards does not exist in the office and if not corrected can result in decreased productivity and possible serious injury. അതായത് ഒരു ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് ഉണ്ടായിരിക്കേണ്ട പൊട്ടൻഷ്യൽ സേഫ്റ്റി ഹസാർഡ്സ് ഇല്ലാത്ത ഓഫീസ് ആണെങ്കിലും, അതേപോലെ ഇനി അഥവാ എന്തെങ്കിലും കുറവുകളുള്ള സ്ഥലത്ത്, പല ബിൽഡിംഗ് ആണ്, പല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കാം, പക്ഷെ അതിൽ കോമൺ ആയിട്ട് വേണ്ട കാര്യങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഈ വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റിയും കുറവായിരിക്കും. അതേപോലെ അവർക്ക് സേഫ്റ്റി അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാകുന്നതിനും ചാൻസസ് അധികം ആണ്. ടൈപ്സ് ഓഫ് ഓഫീസ് ആക്സിഡൻസ്. എന്തൊക്കെ ടൈപ്പ് ഓഫീസ് ആക്സിഡൻസ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. The most common office accident is falling. പ്രധാനപ്പെട്ട കോമൺ ആക്സിഡന്റ് എന്ന് പറയുന്നത് falling ആണ്. Falls account for the greatest number of disabling injuries. They result in the most severe injuries and highest percentage of lost work days due to such injuries. അപ്പൊ അത് വീഴ്ച അല്ലെങ്കിൽ falling എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഡിസേബിളിംഗ് ഇഞ്ചുറീസ്, ആ ഒരു വീഴ്ച മൂലം മറ്റ് ഇഞ്ചുറീസ് ഉണ്ടാവുന്നതിനുള്ള കാരണമാവുന്നുണ്ട്. അതേപോലെ സിവിയർ ഇഞ്ചുറീസ് ആൻഡ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ലോസ്റ്റ് വർക്ക് ഡേയ്സ് ഡ്യൂ ടു സച്ച് സിവിയർ ഇഞ്ചുറീസ് ഉണ്ടാവും. അതേപോലെ കൂടുതൽ ദിവസം നമുക്ക് വർക്കിംഗ് ഡേ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. Falls from chairs occurs when workers lean back to tilt their chairs, place their feet on a desk, sit down without looking and rise from or move around a chair. എപ്പോഴൊക്കെയാണ് വീഴ്ച സംഭവിക്കുന്നത് എന്നാ പറയുന്നത്, ഒന്ന് നമ്മൾ ആ ഇരിക്കുന്ന കസേരയെ തന്നെ നമ്മൾ നടുവൊക്കെ ഒന്ന് നിവർത്താൻ വേണ്ടി തിരികെ മറിയൊക്കെ ചെയ്യുമ്പോൾ, അതേപോലെ കാലെടുത്ത് നമ്മൾ മേശയുടെ മുകളിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ, പിന്നെ ശ്രദ്ധിക്കാതെ താഴെ ഇരിക്കുമ്പോൾ, അങ്ങോട്ട് റൗണ്ടിങ് ചെയർ ആണെങ്കിൽ റിവോൾവിംഗ് ചെയർ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും വീഴ്ച സംഭവിക്കാനുള്ള മേഖലകൾ. അതേപോലെ സ്റ്റെയർ, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സ്ലിപ്പ് ആകാം, സ്ലിപ്സ് ആൻഡ് ഫോൾസ് ക്യാൻ റിസൾട്ട് ഫ്രം പൂർ ഹൗസ് കീപ്പിംഗ്. അതായത് പ്രോപ്പർ അല്ലാത്ത ഹൗസ് കീപ്പിംഗ് മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, വെള്ളമൊക്കെ ഉണ്ട് സ്റ്റെപ്പിലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാമാണ് നമുക്ക് ഫോൾസ്, വീഴ്ചകൾ നടക്കാനുള്ള കാരണം. Falls also occur when workers stand on chair or other office furniture to reach elevated objects. അതേപോലെ ഒരു കസേരയുടെ മുകളിൽ കയറി നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റു പൊക്കത്തിലേക്കൊക്കെ ഇട്ട് ഒന്ന് രണ്ട് ഓഫീസ് ഫർണിച്ചറൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പൊക്കത്തിലൊക്കെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് കയറുമ്പോഴും എന്ത് ചെയ്യാം, ഈ ഫോൾസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെറുതെ വായിച്ച് പറയുന്നേ ഉള്ളൂ, നമുക്ക് ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് അല്ല. Injuries from strain and overexertion frequently occur when office workers attempt to move or improperly lift heavy objects. Office workers sustain muscular and back injuries. അതേപോലെ ഓൾറെഡി നമ്മൾ ഓവർലോഡിന്റെ കാര്യത്തിൽ പഠിച്ചതുപോലെ പ്രോപ്പർ ആയിട്ട് ഹെവി ഒബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്തോ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് മസ്കുലർ ബാക്ക് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ആവശ്യത്തിന് അതിന് ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരില്ലെങ്കിലും എന്ത് ചെയ്യാം, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
ഓഫീസ് വർക്കേഴ്സ് ആർ ഇഞ്ചുർഡ് വെൻ സ്ട്രക്ക് ബൈ ഒബ്ജക്ട്സ്. അതേപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സിൽ ഇടിച്ചിട്ട് സ്ട്രക്ക് ചെയ്യുക, നമ്മൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചുറീസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫയൽ ഡ്രോയേഴ്സിൽ, അതേപോലെ fall from the cabinet when pulled too far, typewriters can fall from a rolling table. അതായത് എന്തെങ്കിലും ഒരു ഒബ്ജക്ട് താഴേക്ക് വീണതാവാം, നമ്മൾ വലിച്ചു വെച്ചിരിക്കുന്ന മേശയുടെ ഡ്രോയറിൽ തട്ടുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേബിളിന്റെ കോർണറിൽ പോയി ഇരിക്കുന്നതാവാം. ഇത് അല്ലെങ്കിൽ ചെയർ, ടീപ്പോയ്, അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാവും ഒരു ഓഫീസിൽ. അപ്പൊ അതിലേതെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഓഫീസ് വർക്കേഴ്സിന് ഇഞ്ചേർഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓഫീസിൽ സെറ്റ് ചെയ്യുന്ന സമയത്തെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്ന പോയിന്റ്. Strike objects, employees bump into doors and desks. Okay. Infectious cuts are caused by sharp objects normally found in office environments. അതേപോലെ ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് മുറിവുകൾ ഉണ്ടാകാനുള്ള ചാൻസ്. ഇത്ര നേരം നമ്മൾ വീഴ്ച, ഒടിവ്, ചതവൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്ന മുറിവുകളെ കുറിച്ചാണ്. അതായത് എന്തൊക്കെ ടൈപ്പ്, അതായത് പേന അല്ലെങ്കിൽ സ്റ്റാപ്ലർ, പിന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കൊള്ളു, അല്ലെങ്കിൽ മറ്റേ പേപ്പർ കട്ടർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ട് കയ്യോ കാലോ മുറിയാനൊക്കെ ഉള്ള ചാൻസുകളാണ് നമുക്ക് ഓഫീസിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഓഫീസ് ഹസാർഡ് കൺട്രോൾ. ഓഫീസിൽ എങ്ങനെ നമുക്ക് ഈ അപകടങ്ങൾ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അതാണ് ഓഫീസ് ഹസാർഡ് കൺട്രോൾ എന്ന് പറയുന്നത്. The process for controlling hazard in the office is similar to that controlling hazards in industrial settings. The preferred means of hazard control is to eliminate the hazard. Another means is to minimize exposure to the hazard. Office-related hazards are controlled by carefully considering the office environment and by following the safety procedures. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓഫീസ് സെറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ രീതിയിൽ അതിൻ്റെതായ അളവിലും എന്താ പറയുന്നത് സൈസൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ തന്നെ അതിന് മാക്സിമം സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധാരാളം ഓഫീസിലെ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തത് ഓഫീസ് എൻവയോൺമെന്റ് എന്താണെന്നാണ് പറയുന്നത്. The layout of an office should incorporate the principles of workflow, taking into consideration safety and health, efficiency and convenience. അതായത് ഓഫീസിന്റെ ഒരു ലേഔട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വർക്ക് ഫ്ലോയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ചിരിക്കണം. അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്, സേഫ്റ്റി, ആളുകളുടെ സേഫ്റ്റി ഒന്നാമത്തത്, രണ്ടാമത്തത് ഹെൽത്ത്, അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം എഫിഷ്യൻസിയും അതേപോലെ കൺവീനിയന്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം സൗകര്യത്തിൽ നമുക്ക് എന്താ പറയുന്നത് ആ ഒരു ജോബ് പ്ലേസ് ലേഔട്ട് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും നല്ല ഓഫീസ് എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. Recommended that handrails for stairs are required to located 30 to 34 inches. അതേപോലെ നമ്മളുടെ സ്റ്റെയർസ് ഉള്ള സ്റ്റെയറുകൾ ഘടിപ്പിച്ചേക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഹാൻഡ് റെയിൽ വെക്കുക, അല്ലെങ്കിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ അവിടെ വെക്കുന്ന ഹെൽപ്പേഴ്സ്, അതായത് ആയാസ് ഉണ്ടായിരിക്കും, നമുക്ക് ഹൗസ് കീപ്പിംഗ് ആൾക്കാരുണ്ടായിരിക്കും ക്ലീൻ ചെയ്യാനൊക്കെ. അപ്പൊ അവരത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. വെള്ളമൊക്കെ അവിടെ ഇവിടെ സ്പില്ലായി കിടക്കാതെ, അല്ല തെന്നി വീഴാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ മാക്സിമം ഓഫീസ് എൻവയോൺമെന്റ് ഒരു ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Standards enforced under the Occupational Safety and Health Act of North Carolina also addresses stairs. Generally speaking, enclosed stairs with 4 or more risers or less than 44 inches wide require a handrail. അതൊരു കണക്ക് പറഞ്ഞിട്ട് പറയുന്നതാണ്, അവിടെ ഒരു ഹാൻഡ് റെയിൽ ഒക്കെ വെക്കണം എന്നുള്ളതാണ് റൂള്. Enclosed stairways wider than 44 inches require a handrail for both sides. ഇപ്പൊ രണ്ട് സൈഡും തുറന്നു കിടക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും ഹാൻഡ് റെയിൽ ഉണ്ടായിരിക്കണം. അത് അതിന് 44 ഇഞ്ചസിന്റെ വിഡ്ത്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ doors that open into passageway can pose a hazard on coming traffic. Guardrails can be used to minimize the hazard, or the floor can be painted to mark the swing area. Exit should be unobstructed and well illuminated. Emergency lighting is required for exit hallways or path. അതായത് അതേപോലെ ഡോർ അല്ലെങ്കിൽ പാസേജ് വേ, ആ പാസേജ് വേയിലേക്ക് തുറക്കുന്ന ഡോറ് നമുക്ക് അപകടം വരുത്തി വെക്കുന്നത് ആവരുത്. കാരണം അവിടെ എക്സിറ്റ് ആണെങ്കിൽ എക്സിറ്റ് എന്ന് നമ്മൾ എഴുതി വെക്കുകയോ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ലൈറ്റനിങ്, ഈ തിയേറ്ററിലൊക്കെ നമ്മൾ കണ്ടു കാണും, കയറിയിട്ട് ഫുള്ള് ലൈറ്റ് ഒക്കെ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സിറ്റ് എന്നുള്ള ബോർഡ് മാത്രമേ ലൈറ്റിൽ കാണാൻ പറ്റുള്ളൂ, റെഡ് ലൈറ്റിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലത്തെ മാർക്കിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ലൈറ്റനിങ് ഉള്ള രീതിയിലൊക്കെ
ഈ പാസേജ് നമുക്ക് ഡോർവേ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ നമുക്ക് എക്സിറ്റ് ഷുഡ് ബി ആ വഴിയിലേക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ, ചെയറൊന്നും ഇല്ലാതെ, ഒരു തട്ടലും മുട്ടലും ഒന്നും ഇല്ലാതെ നമുക്ക് നേരെ കടന്നു പോകാവുന്ന രീതിയാണെന്നൊക്കെ ഉറപ്പുവരുത്തുക. എമർജൻസി ലൈറ്റനിങ് എവിടെയൊക്കെയാണോ ആവശ്യം അവിടെ എല്ലാം എമർജൻസി ലൈറ്റനിങ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Inadequate illumination caused by glare or shadows that interfere with vision can contribute to accidents. അതേപോലെ ഉള്ള മറ്റൊരു പ്രശ്നമാണ് ആവശ്യമില്ലാത്ത ടൈപ്പ് ലൈറ്റനിങ്. ഇല്യൂമിനേഷൻ വെച്ച്, അതായത് നമ്മുടെ കണ്ണുകൾ പെട്ടെന്ന് നമ്മൾ ചില ലൈറ്റ് കാണുമ്പോഴേ, അതായത് പ്രത്യേകിച്ച് DJ പാർട്ടി അതിന്റെയൊക്കെ ലൈറ്റ് കാണുമ്പോഴേ നമ്മളുടെ കണ്ണുകളിൽ എന്ത് പറ്റും, നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് തലവേദന എടുക്കുന്നു, അല്ലെങ്കിൽ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നു എന്ന് പറയും. അങ്ങനത്തെ വെട്ടമൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് നിഴല് കാണാൻ പറ്റൂല, അല്ലെങ്കിൽ നമുക്ക് നിഴൽ കൂടുതൽ ഗ്ലെയർ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ക്ലിയർ അല്ലാത്ത വിഷൻ ആയിട്ട് മാറും. അപ്പൊ അതും ആക്സിഡൻസിലേക്ക് വഴിതെളിക്കും. അതുകൊണ്ട് ഇലൂമിനേഷൻ ലെവല് ഓഫീസ് പ്രിമൈസസിൽ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് ഒരു സാഹചര്യം അനുസരിച്ച് മാത്രമേ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓഫീസ് ലെവൽ ഷുഡ് നോട്ട് റിക്വയർ എംപ്ലോയീസ് ടു ഫേസ് വിൻഡോസ്, അൺഷീൽഡഡ് ലാംപ്സ് ഓർ അതർ സോഴ്സ് ഓഫ് ഗ്ലെയർ. ഇനി ഹസാർഡ്സ് ഫ്രം ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ നിന്ന് നമ്മൾ ഓഫീസിലെ ഉള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അപകടങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഓഫീസിൽ നമ്മൾ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഓഫീസിൽ ഉണ്ടാവുന്ന ആക്സിഡൻസ് എന്തൊക്കെ ടൈപ്പ് ആണെന്ന് പറഞ്ഞു, അതിൽ ഓഫീസ് എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം എന്ന് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് പറയുന്നത് ഹസാർഡ്സ് ഫ്രം ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ നിന്ന് ഒരു ഓഫീസിൽ ഉണ്ടാകുന്ന സാഹചര്യം എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. യൂസിങ് ഓൺലി പ്രോപ്പർ എക്യുപ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ എക്യുപ്മെന്റ്സ് മാത്രം ഉപയോഗിക്കുക. അറേഞ്ചിങ് ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷൻ കോഡ്സ് ടു അവോയ്ഡ് ട്രിപ്പിംഗ്. അതേപോലെ ട്രിപ്പിംഗ് ഹസാർഡ്സ് ഒഴിവാക്കാനായിട്ട് ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷൻ കോഡ്സ് ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കുക. ഇൻസ്റ്റാളിംഗ് പ്രോപ്പർ റിസെപ്റ്റക്കിൾസ്, കറക്റ്റ് ആയിട്ടുള്ള റിസെപ്റ്റക്കിൾസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Electrical appliances such as coffee makers, radios, and lamps can become a source of fire or electrical shock. Appliance should be equipped with electrical plugs that have a ground form, or the appliance should be marked double insulated by the manufacturer. അതായത് ഓഫീസിൽ പ്രധാനമായിട്ടും കോഫി മേക്കർ, റേഡിയോ, ലാമ്പ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ അതിന്റെ എക്സ്റ്റൻഷൻ കേബിൾ, അങ്ങനെ വരുന്ന സംഭവങ്ങളിൽ നിന്നാണ് കൂടുതൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ്. അപ്പൊ അത് ഡബിൾ ഇൻസുലേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. Electrical extension cords must never be used as a subtitle for permanent wiring. When extension cords are a temporary necessity, then should be taped down, clipped to back of desk, or covered with a rubber passageway at the cross of the floor. അതെന്ത് ചെയ്യാൻ, ഈ ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷൻ കോഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പെർമനന്റ് വയറിങ്ങിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അപ്പൊ ഇനി അഥവാ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു താൽക്കാലിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് എന്തെങ്കിലും റബ്ബർ പാസേജ് ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്യുക. അതേപോലെ നമ്മൾ നടക്കുന്ന വഴിയിൽ അല്ലാതെ വല്ല ഡെസ്കിന്റെയോ ടേബിളിന്റെയോ ഒക്കെ പുറകിലായിട്ട് അത് മാറ്റിയിടാൻ വേണ്ടിയിട്ട് നോക്കുക. All fuses and circuit breakers must be identified. എല്ലാ ഫ്യൂസസും സർക്യൂട്ട് ബ്രേക്കേഴ്സും നമുക്ക് കാണാവുന്ന രീതിയിലായിരിക്കണം. This is easily accomplished by placing a label on each fuse or circuit breaker, switch and corresponding label on each receptacle and light switch. അതായത് അത് നമുക്ക് ഓരോ നമ്പർ ഒക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന സ്വിച്ച് ബോർഡ് നമ്പർ ഇത്ര, അല്ലെങ്കിൽ അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ ഇത്ര എന്നൊക്കെ പറഞ്ഞ് പ്രോപ്പർ ആയിട്ട് എഴുതി ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറെ കൂടി നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായിക്കും. ഫ്ലോർ സർഫസസ് ഷുഡ് ഹാവ് എ സ്ലിപ്പ് റെസിസ്റ്റന്റ് ഫിനിഷ്. അതേപോലെ ഫ്ലോർ സർഫസിന് എന്തുണ്ടായിരിക്കണം, ഒരു സ്ലിപ്പ് റെസിസ്റ്റന്റ് ആയിരിക്കണം. നമുക്ക് പരുപരുത്ത ഒരു സർഫസ്, ഇപ്പൊ ടൈൽസ് ആണെങ്കിൽ പോലും തെന്നി വീഴാത്ത ടൈപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പൊ മാക്സിമം ഓഫീസുകളിൽ റഫ് ആയിട്ടുള്ളതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ട്രിപ്പിംഗ് ഹസാർഡ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ഇമ്മീഡിയറ്റ്ലി റീപ്ലേസിംഗ് ഡിഫക്റ്റീവ് ടൈൽസ് ആൻഡ് കാർപ്പറ്റ് ഓർ വോൺ ഫ്ലോർ മാറ്റ്സ്. ട്രിപ്പിംഗ് ഹസാർഡ്സ്, ട്രിപ്പ് ചെയ്യുന്ന ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ടൈൽസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡിഫക്റ്റീവ് ടൈൽസ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ കാർപ്പറ്റോ ഫ്ലോർ മാറ്റ്സോ ഇട്ടിട്ട് നമുക്ക് അവിടെ അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫ്ലോർ മാറ്റ്സ് ആൻഡ് റണ്ണേഴ്സ് ഓഫർ എ മോർ സ്ലിപ്പ് റെസിസ്റ്റന്റ് പ്രൊട്ടക്ഷൻ ഫോർ സ്റ്റെയർവേസ് ഓർ ലോബി എൻട്രൻസസ്. അപ്പൊ ഫ്ലോർ മാറ്റുകൾ, റണ്ണർ എന്ന് വെച്ചാൽ പരുപരുത്ത ഒരു ഷീറ്റ് പോലത്തെ ഉള്ളത്, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറെ അധികം ഓഫീസിൽ തെന്നി വീഴാതെ അല്ലെങ്കിൽ സ്ലിപ്പ് ആയിട്ടുള്ള വീഴ്ചകളിൽ നിന്നോ അപകടങ്ങളിൽ നിന്നോ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. Office should have an area specially designed for storing supplies. Material should be neatly stacked in a stable piles with
The heaviest piece on the bottom should not be placed on the edge of the table or desk. അതായത് ഓഫീസിലെ സാധനങ്ങൾ വെക്കാനായിട്ട് ഒരു സ്റ്റോർ റൂം എപ്പോഴും അത്യാവശ്യമാണ്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വൃത്തിയായിട്ട് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സൗകര്യം. ഏറ്റവും ഹെവി ആയിട്ടുള്ള സാധനം ഏറ്റവും താഴെ ബോട്ടത്തിൽ വെക്കുക, അതിന്റെ മുകളിൽ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് അതൊന്നും വീഴാതെയോ അല്ലെങ്കിൽ തട്ടലും മുട്ടലൊക്കെ ഇല്ലാതെ അതിലൊന്നും തട്ടി വീഴാതെ അങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഓഫീസിൽ അപകടങ്ങൾ വരാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോ അതേപോലെ ഒരു മേശയുടെ അറ്റത്തോ ഡെസ്കിന്റെ അടിയിലോ ഒന്നും കൊണ്ട് വെക്കാതെ ഇത് എവിടെയാണോ നമുക്ക് സ്റ്റോറേജ് റൂം ഉള്ളത് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ദെൻ ഓഫീസ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ്. ഇനി ഓഫീസിൽ എന്തൊക്കെയാണ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എന്നാണ് പറയുന്നത്. ഫോളോയിങ് സേഫ് വർക്ക് പ്രൊസീജിയേഴ്സ് ഇൻ ഓഫീസ് ക്യാൻ പ്രിവെന്റ് മെനി ആക്സിഡന്റ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലെ കുറെ ആക്സിഡന്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. റണ്ണിങ് ഇൻ ഓഫീസസ് മസ്റ്റ് ബി പ്രൊഹിബിറ്റഡ്. ഓഫീസിൽ ഓടി നടക്കുന്നത് ഒഴിവാക്കുക. ദോസ് വാക്കിംഗ് ഇൻ പാസേജ് വേ ഷുഡ് കീപ് ടു ദി ലെഫ്റ്റ്. ആരാണ് നമ്മളിപ്പോ റോട്ടിൽ പോകുന്ന പോലെ തന്നെയാണ്, മെല്ലെ പോകുന്ന വാഹനങ്ങൾ ഹൈവേയിൽ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുക. കുറച്ച് സ്പീഡിൽ പോകേണ്ടവര് റൈറ്റ് സൈഡ് ചേർന്നു. അതേപോലെ തന്നെ പാസേജ് വാക്കിംഗ് ഇൻ പാസേജ് വേ നടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, അത് ലെഫ്റ്റ് ചേർന്ന് തന്നെ പോവുക. ആക്സിഡന്റ്സ് റിസൾട്ട് വെൻ പേഴ്സൺ സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഡോർസ്, സോ എംപ്ലോയീസ് ഷുഡ് സ്റ്റാൻഡ് ക്ലിയർ ഓഫ് ദി ഡോർ സ്വിംഗ് പാത്ത്. അതേപോലെ നമുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡോർസിൽ നിന്നാണ് നമുക്ക് കൂടുതലും ആക്സിഡന്റ്സ് റിസൾട്ട് വെൻ പേഴ്സൺ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡോർ. ഡോറിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കും ആക്സിഡന്റ്സ് നടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, അവിടെയുള്ള ആൾക്കാർ വേഗം തന്നെ ക്ലിയർ ചെയ്യാം. ദെൻ എംപ്ലോയീസ് ഷുഡ് നോട്ട് അറ്റംപ്റ്റ് ടു ക്യാരി സ്റ്റാക്സ് ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ആർ ഹൈ ഇനഫ് ടു ഒബ്സ്ട്രക്ട് വിഷൻ. നമ്മുടെ കാഴ്ചയ്ക്ക് തടസ്സമായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സോ അല്ലെങ്കിൽ സ്റ്റാക്കുകളോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അതായത് നമ്മളിപ്പോ കുറെ ഫയലൊക്കെ എടുത്ത് നമ്മളെ കണ്ണിന് മുകളിൽ വരുന്ന നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ക്യാരി ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ആക്സിഡന്റ്സ് ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഇഫ് ആൻ എലിവേറ്റർ ഈസ് അവൈലബിൾ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാരിങ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് അപ്പ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ്. നമ്മൾ സ്റ്റെയർ ഉപയോഗിച്ച് കയറി പോകാതെ എലിവേറ്റർ ലിഫ്റ്റ് ഒക്കെ അവിടെ എക്സ്കലേറ്റർ ഒക്കെ അവൈലബിൾ ആണെങ്കിൽ അതിൽ നമ്മൾ ഈ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റാക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, അപകടങ്ങൾ കുറയ്ക്കാം. പ്രോപ്പർ അറ്റൻഷൻ ഷുഡ് ബി ഗിവൺ ഇൻ ദി ആക്ട് ഓഫ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് സ്റ്റെയർസ്. നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കുക. സ്റ്റെയർവേ ഷുഡ് നോട്ട് ബി ഏരിയസ് ഫോർ കോൺഗ്രിഗേഷൻ. കൂടിയിരുന്ന് വർത്താനം പറയാനുള്ള സ്ഥലം ആകരുത്. ദോസ് ഹു യൂസിങ് ദി സ്റ്റെയർസ് ഷുഡ് നോട്ട് ബി കവേർഡ് ഓർ പുഷ്. ഒരു ക്രൗഡ് ആകരുത്. അതേപോലെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ട് ഓടിച്ചാടി നടന്ന് അങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കാനുള്ള സ്ഥലമല്ല staircase എന്ന് പറയുന്നത്. fall on stairs occur when people are distracted through conversation or by turning to another person while descending. സ്റ്റെയറിൽ നിന്ന് വീഴാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒന്ന് സംസാരിച്ച് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നിന്നിട്ട്, അതായത് ഇറങ്ങുവാണെങ്കിലും തിരിഞ്ഞു നിന്ന് ഒരാളോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് പോകുമ്പോഴോ അയാളോട് നോക്കുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതലും സ്റ്റെപ്പിൽ നിന്നൊക്കെ വീഴാനുള്ള ചാൻസ്. Then fall hazards can be prevented through good housekeeping in the office. അതുപോലെ നമ്മൾ വീഴ്ചകളെ കുറിച്ച് പറഞ്ഞു, ഏതൊക്കെ ടൈപ്പിൽ വീഴാം എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഗുഡ് ഹൗസ് കീപ്പിംഗ് ഉണ്ടെങ്കിൽ, ഓഫീസ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Spilled liquid should be cleaned up promptly and loose objects and broken glass should be removed when first noticed. എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ താഴെ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ക്ലീൻ ചെയ്യാനും, അതേപോലെ ബ്രോക്കൺ ഗ്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ടൈപ്പ് നമുക്ക് നല്ല ഹൗസ് കീപ്പിങ്ങിന് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വീഴ്ചകളും അതുമൂലം ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആക്സിഡന്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ബ്രോക്കൺ ഗ്ലാസ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി വാക്വംഡ് ഓർ സ്വെപ്റ്റ് ആൻഡ് ദി ഫൈൻ പീസസ് ഷുഡ് ബി പിക്ഡ് അപ്പ് വിത്ത് ഡാം ക്ലോത്ത്. ഗ്ലാസ് ഒക്കെ മുറിഞ്ഞതാണെങ്കിലോ അല്ലെങ്കിൽ പൊട്ടിപ്പോയതാണെങ്കിലും എന്ത് ചെയ്യുക, അവിടെ ഉടനെ തന്നെ വാക്വം ചെയ്യുക, നന്നായിട്ട് തുടയ്ക്കുക. അതേപോലെ ചിലപ്പോൾ തരികൾ ഉണ്ടാവും കുറെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുക, അത് നല്ല ക്ലോത്ത് വെച്ച് തുടച്ച് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Poor sitting habits and can also leads to fall. ശ്രദ്ധിച്ചിരിക്കാത്തത് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെയുള്ള ഇരിപ്പ് നമുക്ക് വീഴ്ചകളിലേക്ക് നയിക്കും. Rolling in one's chair across the floor, leaning sideways on chair to pick objects from the floor, leaning back, സൈഡിലേക്ക് തിരിയുന്നത്, ബാക്കിലോട്ട് തിരിയുന്നത്, അല്ലെങ്കിൽ മറ്റേ റൗണ്ട് ചെയറിൽ റിവോൾവിംഗ് ചെയറിൽ തിരിയുന്നത്, അതെല്ലാം ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വീഴ്ചകളിലേക്ക് നയിക്കും.
Filing cabinets can be a major cause of accidents and should be used with care. അപ്പൊ ഫയലിംഗ് ക്യാബിനറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ക്ലോസ് ഓൾ ഫയൽ ഡ്രോയേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്. നമ്മളൊരു ഡ്രോയർ തുറന്നൊരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അടച്ചു വെക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ തട്ടി വീഴാം, അല്ലെങ്കിൽ തല ഇടിക്കാം, ചിലപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ തല ഇടിക്കാം, അതിനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ക്ലോസ് ദി ഫയൽ ഡ്രോയേഴ്സ് വിത്ത് ദി ഡ്രോയർ ഹാൻഡിൽ ആൻഡ് നോട്ട് യൂസിങ് ഫീറ്റ്. കാല് വെച്ചല്ല നമ്മൾ അത് അടയ്ക്കേണ്ടത്, കൈകൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് അതിന്റെ കറക്റ്റ് പോയിന്റ്സിലേക്ക് തന്നെ ചേർത്ത് അടയ്ക്കണം. Open only one file drawer at a time to avoid toppling the cabinet. ഒരേ സമയം 2-3 ഡ്രോയർ ഒരുമിച്ച് തുറന്നിടാതെ ഏത് ഡ്രോയർ ആണോ ആവശ്യം അത് മാത്രം തുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. Never climb on open file drawers. അതിന്റെ മുകളിൽ ഫയൽ ഡ്രോയേഴ്സിന്റെ മുകളിൽ കയറി നിൽക്കരുത്. Remove small stools from passageways and safely store them. അതുപോലെ നമുക്ക് ചിലപ്പോൾ മുകളിൽ കയറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ സ്റ്റൂളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മളുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വഴിയിൽ നിന്ന് എടുത്ത് മാറ്റുക. അത് എവിടെയാണോ അത് സുരക്ഷിതമായിട്ട് വെക്കേണ്ടത് ആ സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. Wear finger guards to avoid paper cuts. അതേപോലെ വിരലുകളിൽ ഇത് ഫിംഗർ ഗാർഡ്സ് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പേപ്പർ കട്ട് ചെയ്യുന്ന സമയത്താണ് അല്ലെ, അതിന്റെ മുറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഫിംഗർ ഗാർഡ്സ് വെക്കുക. Other unsafe office procedures include storing pencils with the points upward, placing scissors or knives with the point towards the user. അതായത് നമുക്ക് പേന, പെൻസില്, അതിന്റെയൊക്കെ ഷാർപ്പൻ എഡ്ജ് വരുന്ന ഭാഗം മുകളിലേക്ക് ആക്കി വെക്കുക. അല്ലെങ്കിൽ നൈഫ്, സിസേഴ്സ്, അങ്ങനെയുള്ള അതിന്റെയൊക്കെ ഷാർപ്പ് എഡ്ജ് ഭാഗം മുകളിലേക്ക് ആക്കി വരുന്ന രീതിയിലൊക്കെ നമ്മളുടെ പെൻ സ്റ്റാൻഡിലൊക്കെ ഇട്ട് വെക്കുന്നതും നമുക്ക് മറ്റ് അപകടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും, അല്ലെങ്കിൽ അപകടങ്ങളുടെ ചാൻസ് കൂട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. Then employees use lounges and eating areas should follow good housekeeping and safe operating procedures to prevent exposure to microwave and burns from hot plates and coffee makers. അതേപോലെ ഈറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് പ്ലേസ് ഒക്കെ എപ്പോഴും നല്ല പ്രോപ്പർ ആയിട്ട് നീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഹൗസ് കീപ്പിങ്ങിനുള്ള സ്റ്റാഫ് ശ്രദ്ധിക്കുക. ദെൻ സേഫ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതേപോലെ ചിലപ്പോൾ മൈക്രോവേവ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കോഫി തരുന്ന മെഷീൻ ഉണ്ടാവും, മൈക്രോവേവ് ചെയ്തതാണെങ്കിലും അതിന്റെ ഹോട്ട് പ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിലും അത് എടുക്കുമ്പോൾ ഉള്ളത് ചൂടായിരിക്കും നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ കയറി എടുക്കാനും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയുന്നത്. ഇനി എമർജൻസി ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ടോപ്പിക് കൂടെ പറയുന്നുണ്ട്. ആസ് എ ജനറൽ റെക്കമെൻഡേഷൻ, employers should develop an emergency action plan to address emergencies that the employer can expect in the workplace. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എമർജൻസി ആക്ഷൻ പ്ലാൻ, ഒരു അപകടം നടന്ന എന്ത് ചെയ്യണം എന്നുള്ളത് ഒന്ന് കോമൺ ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Examples for such as possible emergency: fire, toxic chemical releases, hurricanes, tornadoes, blizzards and floods. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഒരു എമർജൻസി ആക്ഷൻ പ്ലാൻ നമ്മുടെ ഓഫീസിൽ നിന്ന് ഇന്ന വഴി എല്ലാവരും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എമർജൻസി എക്സിറ്റ് ഇങ്ങനെ ആയിരിക്കും, ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈ സ്ഥലത്താണ്, ഇനി അഥവാ ഫ്ലഡ് ആണെങ്കിൽ ധരിക്കേണ്ട ജാക്കറ്റുകൾ ഓഫീസിൽ ഇന്ന സ്ഥലത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കോമൺ അറിവ് അവിടെ ഒരു അല്ലെങ്കിൽ ഇന്ന എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന പോലെയുള്ള ആക്ഷൻസ് എടുക്കണം എന്നുള്ള ഒരു സ്റ്റെപ്പുകൾ ഒരുക്കി വെക്കുക. അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എമർജൻസി എസ്കേപ്പ് പ്രൊസീജിയർ ആൻഡ് എസ്കേപ്പ് റൂട്ട്സ് ഫോർ എംപ്ലോയീസ് ടു ഫോളോ ദി ഇവന്റ് ഓഫ് ആൻ എമർജൻസി. ഒരു എമർജൻസി വരുമ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ എമർജൻസി ആക്ഷൻ പ്ലാനിൽ പറയുന്നത്. These procedures should include floor plans that indicate the appropriate evacuation routes. പുറത്തേക്ക് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള റൂട്ട്സുകളാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, how to account for all employees following evacuation, the rescue and medical duties for those employees, if any, who are to perform them, the preferred means of reporting fire and other emergencies, name or regular job titles of people responsible for the emergency action plan. ഓരോരുത്തർക്കും കൃത്യമായിട്ട് ഇതെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ രക്ഷപ്പെടുന്നതിന് സഹായിക്കും. Employers are required to have both an emergency action plan
ആൻഡ് എ ഫയർ പ്രിവെൻഷൻ പ്ലാൻ. ഒരു ഫയർ പ്രിവെൻഷൻ പ്ലാനും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വെൻ പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആർ പ്രൊവൈഡഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഓഫീസിലൊക്കെ പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വർക്കേഴ്സിന് ഒരു അറിവ് ഉണ്ടായിരിക്കണം. അപ്പൊ ഫയർ പ്രിവെൻഷൻ പ്ലാൻ ആണ് ഇനി പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി മേജർ വർക്ക് പ്ലേസ് ഫയർ ഹസാർഡ്സ് ആൻഡ് അതർ പ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ്. അപ്പോൾ അവിടെ ഏത് സ്ഥലത്താണ് കൂടുതൽ ഫയർ ഹസാർഡ് ഉണ്ടാവുന്നത്, അവിടെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, അവരുടെ ആ ഭാഗത്ത് സ്റ്റോറേജ് എങ്ങനെയാണെന്നൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. പൊട്ടൻഷ്യൽ ഇഗ്നിഷൻ സോഴ്സസ് ആൻഡ് ദെയർ കൺട്രോൾ പ്രൊസീജിയേഴ്സ് ആൻഡ് ദി ടൈപ്പ് ഓഫ് ഫയർ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് ഓർ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ എ ഫയർ. Then names or regular job titles of personnel responsible for fire suppression equipment or systems. Names or regular job titles personnel responsible for controlling fuel source hazards. ആരാണ് ഈ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂവൽ സോഴ്സ് ഹസാർഡ്സ് ഒക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നെയിം അല്ലെങ്കിൽ റെഗുലർ ജോബ് ടൈറ്റിൽ ഒക്കെ വെച്ച് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഉണ്ടാകുന്ന ഓഫീസിൽ ഉണ്ടാകുന്ന ഫയർ സംബന്ധമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഒരു എമർജൻസി ആക്ഷൻ പ്ലാനിൽ എമർജൻസി എക്സിറ്റിലേക്ക് വരുന്ന ഒരു പ്രോബ്ലം ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഈ ചാപ്റ്റർ ഇത് ഒട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ല, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കൊരു കോമൺ അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ വീട്ടിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No ma'am. ക്ലിയർ ആണോ? No ma'am. No ma'am. Clear ആണ് ma'am. ക്ലിയർ ആണോ? Clear ആണ് ma'am. ഓക്കെ, സോ ഇപ്പോ നിങ്ങൾക്ക് ഇനി നാളെ ചിലപ്പോഴേ ക്ലാസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് 2-ാം തീയതി മുതൽ നമ്മളുടെ പ്രീവിയസ് ബാച്ചിന്റെ യൂണിവേഴ്സിറ്റി എക്സാം ആണ്. അപ്പൊ ഞങ്ങൾക്ക് എത്ര ദിവസമാണ് ക്ലാസ് എന്നുള്ളത്, റെഗുലർ ആയിട്ട് ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ ഏതൊക്കെ ദിവസമാണ് ക്ലാസ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് മെസ്സേജ് വരും. പക്ഷെ കമ്മ്യൂണിക്കേറ്റീവ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ ഇന്നലെ അയച്ചു തന്നതുപോലെ PDF-ഉം അത് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അയച്ചു തരും. അത് മറക്കാതെ മുടങ്ങാതെ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇനി നമ്മൾ നാളത്തെ ക്ലാസ്സിൽ അറിയില്ല. എല്ലാവർക്കും all the very best. Happy Christmas and Happy New Year. Bye. Same to you ma'am. Thank you, teacher. Okay, bye. See you ma'am.